കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കോതമംഗലം വാട്ടർ അതോറിറ്റി ഓഫീസ് വീണ്ടും ഉപരോധിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ വ്യാഴാഴ്ച തന്നെ സ്ഥലം സന്ദർശിച്ച് പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 16-ാം തീയതി കോതമംഗലം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധത്തിനിടെ 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്നും 24 മണിക്കൂർ പമ്പിംഗ് ഉറപ്പാക്കാമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കും നാട്ടുകാർക്കും വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ടും പ്രദേശത്തെ ഒട്ടേറെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വടാട്ടുപാറയിലെ ചക്കിമേട്, ദാമോദരൻകുന്ന്, മീരാൻ സിറ്റി, റോക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതെ നാട്ടുകാർ ബുദ്ധിമുട്ടുകയാണ്. പ്രദേശത്തെ പല ഭാഗങ്ങളിലും പൈപ്പുകൾ പൊട്ടി ശുദ്ധജലം പാഴാകുന്നുവെന്ന പരാതി വർഷങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വേനൽക്കാലം രൂക്ഷമായതോടുകൂടി വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഭാഗത്തുള്ള ആളുകൾ. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി ഭാഗത്ത് നിരവധി പ്രാവശ്യങ്ങൾ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ജനപ്രതിനിധികളടക്കം ആളുകൾ ഇവിടെ വന്ന് ഈ വിവരങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുകയും 24 മണിക്കൂറും പമ്പിംഗ് നടത്താമെന്നും എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായി വെള്ളം എത്തിക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് അന്ന് പിരിഞ്ഞുപോയത്. പക്ഷേ ആ ഉറപ്പ് ഇതുവരെ പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ചക്കിമേടടക്കം വടാട്ടുപാറ പ്രദേശത്തെ ചക്കിമേടടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം ഒരു മാസമായി എത്തിയിട്ട്. വ്യാഴാഴ്ച തന്നെ സ്ഥലം സന്ദർശിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. വാഗ്ദാനം പാലിക്കാത്ത പക്ഷം വീണ്ടും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും മുന്നറിയിപ്പ് നൽകി. കുട്ടമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി, ബിൻസി മോഹനൻ, ഇ.സി. റോയ്, പഞ്ചായത്ത് അംഗങ്ങളായ കവിത ഗോപകുമാർ, സൽമ ഷാനവാസ്, അഖിൽ ആന്റണി, സനീഷ് മാത്യു, അജിത സുരേഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.